നമസ്കാരം, ടാരോട്ട് വേൾഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ്. ഇന്ന് നിങ്ങൾക്കായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് മെസ്സേജ് ആണ്. ഓക്കെ, ത്രീ കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 കാർഡ് സ്പ്രെഡാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് നോക്കാം. ഓക്കെ, കാർഡ് ഇവിടെ റിവീൽ ചെയ്യാണ്. ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. അതുപോലെ സെക്കൻഡ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ്. തേർഡ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഓക്കെ, ഇതിൽ മേജറായിട്ട് നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് കപ്സിന്റെ എനർജിയാണ്. കപ്സിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ എനർജിയാണ്. ഇമോഷണൽ ആയിട്ടുള്ള തിങ്സിനാണ് പ്രാധാന്യം ഇന്ന് കൂടുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇന്നത്തെ ഒരു ഓവറോൾ എനർജി നോക്കുമ്പോൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയം പൊതുവെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ ലീഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങളത് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു പൊസിഷൻ, അതായത് ബെറ്റർ പൊസിഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മാത്രമല്ല അതിലൂടെ നിങ്ങളിലൂടെ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു പൊസിഷനിലേക്കാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ ഈ ഒരു സമയം പെർട്ടിക്കുലർ ഇപ്പം നമ്മൾ റൺ ചെയ്തിരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. അതായത് കുറച്ച് സൂക്ഷിച്ച് പൈസ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ചതി, വഞ്ചന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായാലും നിങ്ങളുടെ അസറ്റ് വാല്യൂ എന്ത് തന്നെയാണെങ്കിലും അത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം എന്താണ് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വർക്കിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്കൊരു നല്ല പൊസിഷൻ ആയാലും